സുധാകരന് സീറ്റില്ല എന്ന തീരുമാനം വരുമ്പോൾ ഇവിടെ വിമതരായി മത്സരിക്കും എന്ന് പറയുന്ന ചില ആളുകൾ, എൽദോസ് കുന്നപ്പള്ളിയെ പോലുള്ള ആളുകളൊക്കെ ഇനി എടുക്കുന്ന നിലപാടും നിർണായകമാകും. കാരണം പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ സുവ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഈ ലിസ്റ്റ് ഇതുവരെയും വരാത്തത്, നമുക്കറിയാം, ഈ പറയുന്ന 90-ാം മണിക്കൂറിലെത്തിയിട്ടും ആ ലിസ്റ്റ് വരാത്തത് സുധാകരന്റെ കാര്യത്തിൽ സുധാകരൻ എടുക്കുന്ന നിലപാട് പുറത്തേക്ക് പറയട്ടെ എന്ന കാത്തിരിപ്പായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സുധാകരൻ അത് പറഞ്ഞിരിക്കുന്നു. ഇനി അത് വൈകില്ല എന്നുള്ളതാണ്. ഇനി ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ, ചില അസ്വസ്ഥതകൾ, ചില വിമർശനങ്ങൾ, അതൊക്കെ തന്നെയും കുറേയൊക്കെയും ജെന്യുവനായ കേസുകളാണ്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസിൻ്റെതായാലും ഇപ്പോൾ ജോസഫ് വാഴക്കിൻ്റെതായാലും ചില ഉറപ്പുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ പോസ്റ്റർ തയ്യാറാക്കുകയും ജോസഫ് വാഴക്കിനൊക്കെ കുറേ കാലമായി അദ്ദേഹം മാറി നിൽക്കുന്ന, അദ്ദേഹം ഒരു തരത്തിലുള്ള അപശബ്ദവും പുറപ്പെടുവിക്കാതെ മാറി നിൽക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം നൽകിയെന്ന് പറഞ്ഞു, പിന്നീട് ഇപ്പോൾ ആ സീറ്റ് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിരാശ പോട്ടെ, ഈ പാർട്ടി ജയിക്കുകയാണ് പ്രധാനം എന്ന രൂപത്തിലേക്ക് ഒരു വിലയിരുത്തലിലേക്ക് പിന്നീട് എത്തുമോ? ഇപ്പോൾ സുധാകരൻ എടുത്തിരിക്കുന്ന നിലപാട് അത് മാതൃകയാക്കി മറ്റു നേതാക്കൾ വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.